എത്ര നിബന്ധന എത്ര കാര്യം ഞങ്ങളോട് പറഞ്ഞു? 1 ഇസ്തിഖാറത്ത്, 2 ഇസ്തിഷാറത്ത്, 3 തൗബ, 4 പുറപ്പെടുന്ന ആൾ പുറപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും വസിയ്യത്ത് ചെയ്യാനുണ്ടെങ്കിൽ വസിയ്യത്ത് ചെയ്തു വെക്കുക. ദീർഘമായൊരു യാത്ര പോവാണ്, വസിയ്യത്ത് ചെയ്യുക. എന്തെങ്കിലും വസിയ്യത്ത് ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക. അതെല്ലാവരും നിർബന്ധമാണ്. മുസ്ലിമിൻ ലഹു ശൈഉൻ യുസീ ബിഹി യബീതു ലൈലതൈനി ഇല്ലാ വസിയ്യതുഹു മക്തൂബുൻ ഇൻദ റസിഹി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വസിയ്യത്തുകൾ എഴുതി വെക്കണം, പറഞ്ഞു വെക്കണം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു വസിയ്യത്ത് പറയാനുണ്ടെങ്കിൽ 2 ദിവസം പോലും മനസ്സിൽ വെച്ച് നടക്കരുത്. അത് അവന്റെ വസിയ്യതുഹു മക്തൂബത്തുൻ ഇൻദ റസിഹി, അവന്റെ തലയുടെ അടുത്ത് അവന്റെ വസിയ്യത്ത് എഴുതി വെക്കണമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫറിന്റെ പ്രധാന നിബന്ധനകളിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ലാഹിൽ ഈ സംഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. എത്രണ്ണം പറഞ്ഞു? 4. അഞ്ചാമത്തെ ഇടക്കിടെ സന്ദർശിക്കുകയും അവരോട് കരഞ്ഞിട്ട് പറയുകയും വേണം. കാരണം വസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. വസ്വൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മനുഷ്യരെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, എത്ര ക്ലേശത്തിന്റെ മേൽ ക്ലേശമായിട്ടാണ് അവന്റെ ഉമ്മ അവനെ ചുമന്നു നടന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, 2 കൊല്ലം അവന് മുല കൊടുക്കുകയും ചെയ്തുവല്ലോ. അനിഷ്കുർ ലീ വലിവാലിദൈക, നീ എനിക്ക് നന്ദി ചെയ്യണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. കേട്ടോളൂ, ഇടയിൽ ഒരു വാക്ക്, ഒരു ബി പാർട്ട്, ഇടയിൽ ഒരു വാക്ക് എന്ന് പറയുമ്പോൾ അനുബന്ധം. നോക്കൂ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ثلاثة لا تقبل إلا مع ثلاثة. തുർമുദി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ സുനൻ തുർമുദിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ثلاثة لا تقبل إلا مع ثلاثة, 3 കാര്യങ്ങൾ 3 കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. 1 ഇതാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇതാഅത്തിർ റസൂൽ, റസൂലുള്ളാഹിക്ക് വഴിപ്പെടാതെ അല്ലാഹുക്ക് വഴിപ്പെട്ടാൽ സ്വീകരിക്കൂല. ഒരാൾ പറയാം ഞാൻ ഹദീസ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഖുർആൻ സ്വീകരിച്ചിട്ട് പിന്നെ കാര്യം ഇല്ല. 2 ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്തി, സകാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവൻ അത് വീട്ടാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കൂല. 3 വലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രി വാലിദൈ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുക്ക് നന്ദി ചെയ്താൽ സ്വീകരിക്കൂല. ചിന്തിക്കുക. പാപ്പാനെ ഉമ്മാനൊക്കെ അതാണ് വയജ്തഹിദു ഫീ ഇർളാഇ വാലിദൈ, മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാൻ പരമാവധി അധ്വാനിക്കണം എല്ലാവരും, പരമാവധി. എങ്ങാനും അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിന്റെ അടുത്ത് പോയി കരയണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, രാവും പകലും കരഞ്ഞ് പറയണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ അമലിന്റെ നിബന്ധനയാണ്. അള്ളാഹുവിനോട് ശുക്ർ ചെയ്യേണ്ടവൻ മാതാപിതാക്കളോട് ശുക്ർ ചെയ്യേണ്ടവനാകുന്നു. മാതാപിതാക്കളോട് ശുക്ർ ചെയ്യാത്തവൻ എത്ര വലിയ മുത്തസദ്ദിഖായാലും എത്ര വലിയ ആമിലായാലും റബ്ബിന് അവന്റെ ശുക്രിന്റെ ആവശ്യം ഇല്ല. അതാണ് വയജ്തഹിദു ഫീ ഇർളാഇ വാലിദൈ, മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാൻ പരമാവധി അധ്വാനിക്കണം. ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പ്രധാനമാണ് പെണ്ണുങ്ങൾക്ക് അവരുടെ അമ്മോശനമ്മായിമ്മ, അത് സത്യത്തിൽ ആരു തന്നെയാണ്? മാതാപിതാക്കൾ. അതേപോലെ തന്നെ ആണുങ്ങൾക്ക് അവരുടെ അമ്മോശനമ്മായിമ്മ. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ആര് തന്നെയാണ് മുസാഹറത്തിലൂടെ കെട്ടുബന്ധത്തിലൂടെ മാതാപിതാക്കളായി മാറി. അമ്മോശാക്ക് അമ്മായിമ്മൊക്കെ എന്തെന്നെയാണ്? മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണ്. അവർ മാതാപിതാക്കൾ തന്നെയാണ്. അവരോട് പൊരുത്തപ്പെടിക്കേണ്ടതാകുന്നു. ആ ഉമ്മ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഉളുമുറിയാത്ത ബന്ധമാണ്. എത്ര ഈ പെണ്ണിനോ വിവാഹമോചനം നടത്തിയാൽ പോലും ആ ഉമ്മയാവാതിരിക്കുകയില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല ഭാര്യന്റെ ഉമ്മയെ. കാരണം അത് ആരെപ്പോലെയാണ്? ആരാണ്? സ്വന്തം ഉമ്മയാണ്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ പരമാവധി അധ്വാനിക്കണം.
അതുപോലെ തന്നെയാണ് തന്നെയാണ് അവന്റെ ത്വാഅത്ത് ബിർറിനെ ചെലവഴിക്കപ്പെടേണ്ട മറ്റാളുകൾ അഥവാ ഉസ്താദുമാർ. മനസ്സിലാവണം, അവൻ വഴിപ്പെടൽ ബാധ്യതയായ ആളുകളെയും തൃപ്തിപ്പെടുത്തണം. അവൻ വഴിപ്പെടൽ ബാധ്യതയായ ആളുകളാണല്ലോ ആര്? ഗുരുനാഥന്മാർ. അതേത് ഗുരുനാഥനായാലും ഗുരുനാഥനായ ഗുരുനാഥൻ തന്നെയാണ്. വളരെ ചിന്തിക്കണം. അതിന് ഒരു അമുസ്ലിം ആയാൽ പോലും അയാളുടെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു അമുസ്ലിം ആണെങ്കിൽ പോലും ഗുരുനാഥനാ. അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം. അതിനൊക്കെ ചില ചാൻസ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അത്ര ഉണ്ടാവില്ല, എന്നാലും ഗുരുനാഥനാണ്. അവരൊക്കെ ആദരിക്കണം. അതൊക്കെ അവർക്ക് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ അവർ മാധ്യമമാണ്, വസീലയാണ്, വാസിത്തയാണ്. അതുകൊണ്ട് അവർ വഴിയാണ് നമ്മൾ നന്നായി തീർന്നത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാതെയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാകുന്നു. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? അതുപോലെ പ്രധാനമായ കാര്യമാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഒരു പെണ്ണിന് ഇൻകാനത്ത് സൗജതൻ ഇസ്തർലത്ത് സൗജഹാ. പെണ്ണുങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻകാനത്ത് സൗജ, ഈ വിവാഹ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ്, ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആള് പെണ്ണാണെങ്കിൽ, അവൾ മുതസവ്വിജത്തുമാണെങ്കിൽ, മനസ്സിലായില്ലേ? ഇൻകാനത്ത് സൗജതൻ ആയാൽ അവൾ ഒരാളുടെ ഭാര്യയാണെങ്കിൽ ഇസ്തർലത്ത് സൗജഹാ, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും അധ്വാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ ചിന്തിക്കണം. ഇത് നിങ്ങൾ പുരുഷാധിപത്യം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ ജാനുവോ അല്ലെങ്കിൽ അതേപോലെയുള്ള നാലാളുകളോ അല്ല ഇവിടെ ദീനിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. എന്തൊക്കെ ഫെമിനിസം ഉണ്ടായാലും അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാഹു തആല ആണുങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകിയിരിക്കുന്നു. അവരെ തൃപ്തിപ്പെടുത്തണം, ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം. പെണ്ണ് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ അവളോട് പറയപ്പെടും ഫദുഖിലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ പോകണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ ആ വാതിലൂടെ കയറിക്കോ എന്ന് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഭർത്താവിന് സുന്നത്താണ് ഹജ്ജിന് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകാൻ, അവൻ കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഭർത്താവിന് സുന്നത്താകുന്നു ഭാര്യയോടുകൂടെ ഹജ്ജിന് പോവുക. മാതാപിതാക്കളിൽ ഒരാൾ എതിർത്താൽ പോലും രണ്ടാളും കൂടി എതിർത്താലേ പ്രശ്നമുള്ളൂ. മനസ്സിലായില്ല? ചിലപ്പം എന്ത് പറഞ്ഞു, ഞാൻ അവളെയും കൊണ്ട് ഹജ്ജിന് പോകുന്നത് ബാപ്പാക്ക് ഇഷ്ടാണ്, ഉമ്മാക്ക് ഇഷ്ടല്ല, അത് പരിഗണിക്കണ്ട. രണ്ടാക്കും കൂടി ഇഷ്ടക്കേടുണ്ടെങ്കിൽ പരിഗണിച്ചാൽ മതി. കാരണം സുന്നത്താണ്. അതുകൊണ്ട് വാജിബൊന്നല്ല. ഭാര്യനെ കൊണ്ട് ഹജ്ജിന് പോകൽ വാജിബല്ല, എന്താണ്? സുന്നത്താണ്. സുന്നത്തായതുകൊണ്ട് രണ്ടാളും കൂടി ആവുമ്പോ പരിഗണിക്കണം. എന്നാൽ എന്തൊരു വാക്കാണ് അവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തൊരു ദീനാണ് എൻ്റെ മനുഷ്യന്മാര്. ഇതിലെന്താ പറയാത്തത്? എന്താണ് എൻ്റെ സുബ്ഹാനെ, എന്താ ഈ ദീൻ? ഇതിൽ പറയാത്ത വിഷയം എന്താ? പെണ്ണുങ്ങളെയും കൊണ്ട് ഹജ്ജിന് പോകുന്നത് ബാപ്പാക്കോ അമ്മാക്കോ രണ്ടിൽ ഒരാൾക്ക് എതിർപ്പാണെങ്കിൽ പോലും പരിഗണിക്കണ്ട, കൊണ്ടുപോകണം. രണ്ടാളും കൂടി എതിർക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അതിപ്പോ എതിർപ്പിന് പരമാവധി അത്രയും എതിർപ്പൊക്കെ ഉണ്ടാവുമ്പോ പരമാവധി അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരാത്ത, മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാത്ത ഒരു എതിർപ്പൊന്നും ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവില്ല. എന്തുണ്ടാവണത്? അമ്മ വലിയ ചൂടിലിരിക്കുകയാണെങ്കിലും എന്ത് ചൂടിലിരിക്കുകയാണെങ്കിലും ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒരു തുണിയോ ഒരു കുപ്പായം കൊണ്ടാകണം അന്ന് അങ്ങാടിയിൽ നിന്ന് പോണത്. അതോടുകൂടെ ഉമ്മാൻ്റെ പ്രശ്നങ്ങൾ എന്താവും? നല്ല സാധുക്കളാണ് അവരൊക്കെ, വളരെ സാധുക്കളല്ലേ. ഉമ്മ വാപ്പാന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നല്ല മനുഷ്യരാ. അല്ലാഹു തആല നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ നല്ല മനുഷ്യരന്നല്ലേ. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്.
അവരുടെ വാരിയലിന്റെയും മുടുകല്ലിന്റെയും ഇടയനല്ലേ നമ്മൾ ഉണ്ടായത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഭർത്താവിന്റെ സുന്നത്താണ് ഭാര്യയും കൊണ്ട് ഹജ്ജിന് പോകുക. മാതാപിതാക്കളിൽ ഒരാൾ എതിർത്താൽ പോലും അവരെ എതിർത്തിനെ പരമാവധി അവസാനിപ്പിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക. ഇനി എതിർത്താൽ പോലും അത് വിഷയമാവില്ല, പോകണം എന്നർത്ഥം. ഖാല റജുലുൻ, ഒരാൾ ഹബീബായ നബിയോട്, സ്വഹീഹുൽ ബുഖാരി, ഒരാൾ ഹബീബായ നബിയോട് പറഞ്ഞു, ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്റെ പേരുണ്ട്, എന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഹബീബായ നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്നാൽ വഖറജത് ഇംറഅതി ഹജ്ജ, എന്റെ പെണ്ണ് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ. ഞാൻ ഇന്നാലിന്ന യുദ്ധത്തിൽ എൻ്റെ പേരുണ്ട്, യുദ്ധത്തിന് പോകേണ്ട പേരിൽ എൻ്റെ കൂട്ടത്തിൽ പേരുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാനും താല്പര്യമുണ്ട്, എന്താ വേണ്ടത്? ഫഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഇദ്ഹബ്, ഹജ്ജിന് പോകെ, ഫഹജ്ജുജ് ബിഹാ, അവളോട് കൂടെ ഹജ്ജ് ചെയ്യ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. യുദ്ധത്തിന് വേണ്ടി വരേണ്ട ഒരാളെ പോലും ഭാര്യയെ കൂടെ ഹജ്ജിന് പോകാൻ വേണ്ടി റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ നിന്ന്, യുദ്ധത്തിന് പോകേണ്ട സൈന്യത്തിൽ നിന്ന് മടക്കിയച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഭാര്യ ഭർത്താവും രണ്ടാളും ഒപ്പം ഹജ്ജിന് പോകാന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഒരു പരമാവധി കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്, പരമാവധി കഴിയുമെങ്കിൽ. ഇന്നൊരു രീതിയുണ്ട്, ഭർത്താവ് ഒറ്റക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യയെ ഒറ്റക്കെന്ന് പറഞ്ഞേക്കും. അതൊന്നും ഒരു നല്ല രീതിയല്ല, കഴിയില്ലേ, അങ്ങനല്ലേ, അങ്ങനല്ലേ ഉണ്ട്. പരമാവധി കഴിഞ്ഞ മോശം നല്ല പറഞ്ഞു, എങ്കിലും പരമാവധി അങ്ങനെയാണ്. ആ സഫറിൽ അവളുടെ തഴബൊക്കെ നമ്മളാണ് ഏറ്റെടുക്കുക, അതന്നെ വലിയൊരു കഫാറത്തായിരിക്കും. കാരണം നമ്മൾക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ തന്നൊരു പെണ്ണല്ലേ, ആ പെണ്ണിന്റെ എല്ലാ കാര്യവും ഹജ്ജിലെ തഴബ് ബുദ്ധിമുട്ട് നമ്മളിങ്ങോട്ട് ഏറ്റെടുക്കുക. അതെല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കുക, ഞാൻ നീട്ടി പറയുന്നില്ല. അതേപോലെ തന്നെ പ്രധാനമായി ചിന്തിക്കുക. എത്ര നിബന്ധന പറഞ്ഞു? 6 പറഞ്ഞില്ലേ? 6 പറഞ്ഞു, 5 പിന്നെ പറഞ്ഞു. അതിന്റെ ബി പാർട്ട പറഞ്ഞു. 6-ാമത്തത് കേട്ടോളൂ. അതിന് ചെലവഴിക്കുന്ന ധനം ഖാലിസായ ഹലാലായിരിക്കുക എന്ന് ഉറപ്പ് അതാ വേണ്ടത്. ലിയഹ്രിസ് അൻ തകൂന നഫഖതുഹു ഹലാലൻ ഖാലിസൻ ഹത്താ മിനശ് ശുബ്ഹതി. മനസ്സിലാവണില്ല? പറഞ്ഞുതരാം. പൂർണ്ണമായി ഖാലിസായ ഹലാലാകണം. ഒരു ഫിൽസ് പോലും അതിൽ ഹറാം ഉണ്ടാകരുത്. ഹറാമെന്ന് മാത്രമല്ല, ഹത്താ മിനശ് ശുബ്ഹതി, ഹറാമോ ഹലാലോന്ന് തിരിച്ചറിയാത്ത ഒരു പൈസ പോലും അതിൽക്ക് കൂടാൻ പാടില്ല. കൂടിയ ഹജ്ജ് അല്ലാഹു തആല ഖബൂലാക്കൂല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ധനം കൊണ്ട് പോകുന്നതിനേക്കാൾ പോകേണ്ടത് അവനാന്റെ ധന. ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഈ ധനത്തെ കുറിച്ച് പൂർണ്ണമായ വിവരം ആർക്കേ ഉള്ളൂ? പറഞ്ഞത് കേട്ടോ, പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറയുന്നത്, നല്ലോണം മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം. ഇതിന് ചെലവഴിക്കുന്ന ധനം ഖാലിസായ ഹലാലാക്കണം. ഖാലിസറ, നിഷ്കളങ്കം, ഒരു ഫിൽസ് പോലും അതിൽ ഹറാം ഉണ്ടാകാൻ പാടില്ല. ഹത്താ മിനശ് ശുബ്ഹതി, ഹത്താ മിനശ് ശുബ്ഹതി, അതായത് ഹറാലോ ഹലാലോ ഹറാമോ തിരിച്ചറിയാത്ത ധനം പോലും അതിലുണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇൻകാന ഇൻദഹു മാലുൽ കസ്ബി വമാലു തരികതി. മനസ്സിലായില്ല? ഒരാളെ കയ്യിൽ 2 ധനമുണ്ട്. നിങ്ങൾ ഉറങ്ങിയാ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങളിന്റെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ, നിങ്ങളിന്റെ കൂടെ വരുന്നില്ലേ? എന്റെ കൂടെ വരുന്നില്ലേ? ഒരു സ്വലാത്തിലു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ശ്രദ്ധിക്ക് പറഞ്ഞ ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്ക്, ശരിക്ക്. ഒരാളെ കയ്യിൽ മാലുൽ കസ്മുണ്ട്, മാലുൽ ഇർസുമുണ്ട്. അതായത് അനന്തരമായി കിട്ടിയ മുതലും കയ്യിലുണ്ട്, അവൻ അധ്വാനിച്ച മുതലും കയ്യിലുണ്ട് എങ്കിൽ ഹജ്ജിന് പോകാൻ ഉപയോഗിക്കേണ്ടത് അവൻ അധ്വാനിച്ച മുതല. എന്തുകൊണ്ട്? 1, അവന്റെ അധ്വാനം അതിലുണ്ട്, അധ്വാനിച്ച മുതല. 2, അതിന്റെ ഹലാൽ ഹറാമിനെ കുറിച്ച് അവന് പൂർണ്ണമായ ബോധ്യമുണ്ട്. മാലുൽ മീറാത്ത്, മാലുൽ ഇർസ്, മാലു തരിക്കത്തിനെ പറ്റി അങ്ങനെ ഉറപ്പൊന്നും ഇല്ല.
ശുഭത്തുണ്ടാവാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇത് പരമ്പരയായി വല്യാപ്പായി കിട്ടിയതാണ്. ഒരു പക്ഷേ അതിൽ തിരിച്ചറിയാത്തതൊക്കെ ചിലപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം. ഉണ്ടാവും എന്ന് പറയണ്ട, ഉണ്ടാവാം. എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരാൾ പരമാവധി പോകേണ്ടത് അവനവന്റെ ധനം കൊണ്ടാണ്. അത് പരമാവധി ശ്രദ്ധിക്കണം. അത് എന്നോട് ചിന്തിക്കേണ്ടതാണ്. ഖാലിസായ ധനം ഉണ്ടെങ്കിൽ അതന്നെ ചെയ്യേണ്ടത്. മക്കൾ ഒരു പക്ഷെ അയച്ചു തരുന്ന ധനം കൊണ്ട് ഹജ്ജിന് പോവാം, വിരോധമൊന്നുമില്ല കേട്ടോ, പോവാം. പക്ഷെ ബാപ്പാന്റെ കയ്യിൽ ബാപ്പ അധ്വാനിച്ച് ചുമടേറ്റിയിട്ട് റോഡ് സൈഡിൽ 5 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് നല്ലത് അതുകൊണ്ട് പോകലാം. കാരണം ഇന്നത്തെ കാലാണ്. നമുക്ക് ഇന്നത്തെ അവസ്ഥയൊന്നും സത്യത്തിൽ അറിയില്ല. ഈ അയച്ചു തരുന്ന ധനത്തിൽ എങ്ങനെയൊക്കെയുള്ള അവസ്ഥ പലപ്പോഴും നമുക്ക് ഉറപ്പൊന്നും, ഞാൻ പറഞ്ഞ കുറ്റം പറയല്ല, പലപ്പോഴും നമുക്ക് ഉറപ്പൊന്നും. നിങ്ങൾ എന്താ എൻ്റെ ഒപ്പം വരാത്ത? നിങ്ങൾക്ക് ദേഷ്യമായി തോന്നോ? ഇത് ഞാൻ പറയുന്നത് വിഷമമുണ്ടോ? ഇത് ഞാൻ പറയുന്നതിൽ വിഷമമുണ്ടോ? അല്ല, ഉറപ്പില്ലല്ലോ. ഇപ്പൊ ഒരാൾ ഒരാൾക്ക് തരുന്ന പൈസ നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചുമടേറ്റി കഷ്ടപ്പെട്ട് റോഡ് സൈഡിൽ വാങ്ങിയ 10 സെന്റ് ആണെങ്കിലും 1 ഏക്കറാണെങ്കിലും നമുക്കതിനെ പറ്റി ഉറപ്പുണ്ട്. അതിൻ്റെ താഴ്വാണ്. ആ ഭൂമിയിൽ നിന്ന് ഇതിൻ്റെ വിയർപ്പ് നാറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. അപ്പൊ അതാണ് ഏകദേശം ഒരാൾ തന്നേൽപ്പിക്കുന്ന ധനത്തിനേക്കാൾ നല്ലത് അവനവന്റെ സ്വന്തം കസ്ബിന്റെ ധനം കൊണ്ടുപോകലാണ്. മാലുൽ ഇർസും മാലുൽ കസ്ബും ഉണ്ടെങ്കിൽ ഏറ്റവും അഫ്ളൽ മാലുൽ കസ്ബ് കൊണ്ടുപോകലാണ്. അനന്തര സമ്പത്തിന്റെ ധനത്തിനേക്കാളും നല്ലത് സ്വന്തം ധനമാണ്. അതാണ് ലിയഹ്രിസ്, അവൻ പരമാവധി അത്യാഗ്രഹിയാകണം. അന്തകൂന പരമാവധി അത്യാഗ്രഹിയാകണം. മനസ്സിലായില്ല? ലിയഹ്രിസ് പരമാവധി അത്യാഗ്രഹിയാകണം. അന്തകൂന നഫഖതുഹു ഹലാലൻ ഖാലിസൻ ഹത്താ മിന ശുബ്ഹതി. തിരിച്ചറിയാത്ത ധനം പോലും അതിൽ കയറാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇദാ ഖറജ ബിന്നഫഖത്തിൽ ഖബീസ, ഒരാൾ മോശപ്പെട്ട ധനവും കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടാൽ ഫവളഅ റിജ്ലഹു ഫിൽ ഖുർസി, അങ്ങനെ അവൻ വാഹനത്തിലേക്ക് അവന്റെ കാലെടുത്തു വെച്ചാൽ ഫനാദാ ലബ്ബൈക ലബ്ബൈക എന്നവൻ വിളിച്ചു പറഞ്ഞാൽ, മനസ്സിലായില്ല? മോശപ്പെട്ട ധനം കൊണ്ട് ഹജ്ജിന് പോകുന്നു. ഇവൻ നേരെ ഫ്ലൈറ്റിലേക്ക് വാഹനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറയാണ് എങ്കിൽ നാദാഹു മുനാദിൻ മിനസ്സമായി, ആകാശത്തു നിന്നൊരു മലക്കിനെ വിളിച്ചു പറയാൻ അല്ലാഹു ഏൽപ്പിക്കും. ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈകയും വേണ്ട, നിനക്കൊരു വിജയവുമില്ല. എന്തുകൊണ്ട്? സാദുക ഹറാമുൻ വനഫഖതുക ഹറാമുൻ വഹജ്ജുക മഅ്സൂറുൻ ഗൈറു മബ്റൂർ. സാദുക ഹറാം, നീ കൊണ്ടുപോകുന്ന ഭക്ഷണം ഹറാമല്ലേ. വനഫഖതുക ഹറാം, നിന്റെ ചെലവഴിക്കുന്ന മുതൽ മുഴുവനും ഹറാമല്ലേ. വഹജ്ജുക മഅ്സൂറുൻ, നിന്റെ ഈ ഹജ്ജ് കൊണ്ട് നിനക്ക് കുറ്റമാണ്. ലാ മബ്റൂറുൻ, കൂലിയല്ല, നേട്ടമല്ല, ഗുണമല്ല എന്ന് ആകാശത്തുനിന്ന് വനാദാ മുനാദിൻ മിനസ്സമായി, ഇവൻ ലബ്ബൈക പറയുമ്പോൾ ലാ ലബ്ബൈക ലാ ലബ്ബൈക എന്ന് പറയാൻ ഒരു മലക്കിനെ അല്ലാഹു ഏർപ്പെടുത്തുമെന്ന് ഇമാം ത്വബ്രാനി രേഖപ്പെടുത്തിയ ഹദീസ് ഹബീബാ റസൂലുള്ളാഹി ഇമാം നവവി തങ്ങൾ ഇലാഹിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സിലായില്ലേ? എത്ര എണ്ണം പറഞ്ഞു? 6 നഫഖ, വളരെ ഖാലിസായ ഹലാലാക്ക. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം, ധനം കൊണ്ടുപോകുമ്പോൾ കുറച്ച് ധനം കൂടെ കരുതുക, കൂടുതൽ കരുതുക. ടോയ്സ് വാങ്ങിപ്പോരാനല്ല. ലിവാസിമിൻഹുൽ മുഹ്താജീന, ആവശ്യക്കാർക്ക് അതിൽ നിന്ന് നൽകാൻ വേണ്ടി. കുടുങ്ങിയ ഒരു മനുഷ്യൻ ചിലപ്പോൾ പോക്കറ്റ് അടിച്ച് പോയിട്ടുണ്ടാവും. അത്തരം ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുങ്ങിയാലോ 1 റിയാല് പോലും ഇല്ലെങ്കിലോ ഈ ബേജാറാവണ്ട, നിനക്കും കൂടിയുള്ള പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതൊക്കെ അത്തരം രംഗത്തുള്ള ഒരു സ്വതക്കുണ്ടല്ലോ, അതൊക്കെ നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ കുറ്റം ഒഴിവാക്കി കളയും. അതൊരു ഹജ്ജിന് ഖാലിസായ ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പൈസ നഷ്ടപ്പെട്ടു പോയി. ആ നേരത്തെ നമ്മൾ അവിടുന്ന് മതാഫെന്ന് അറഫയെന്ന് വിനയെന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഒരു ബേജാറാവണ്ട, നിന്റെ കയ്യിൽ പിന്നെയും പൈസ ബാക്കിയുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്കുള്ള വിഷയം മുഴുവനും ഞാനുണ്ട്, എൻ്റെ കയ്യിലുണ്ട് എന്ന്. കടം കൊടുത്താൽ തന്നെ കൂലിയുണ്ട് അവിടെ, കടം കൊടുത്താലും കൂലിയുണ്ട്. മനസ്സിലാവണില്ല? കാരണം കുടുങ്ങിയ ഒരു നേരം അള്ളാഹുവിന്റെ ഹറമിലോ മറ്റോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണവും ചെലവ് സംഖ്യയും കൂടുതൽ കരുതേണ്ടതാണ്.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ യുസ്തഹബു തർക്കുൽ മുമാകഹ ഫീമാ യസ്തരീഹി ലി അസ്ബാബിൽ ഹജ്ജ്. ഹജ്ജിന്റെ സാധനം വാങ്ങുമ്പോൾ മോശപ്പെട്ട സാധനം വാങ്ങാതിരിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പീടികയിൽ കയറി ചെന്നു, അവിടെ ഇഹ്റാം തുണി 50 റിയാലിന്റെ ഉണ്ട്, 10 റിയാലിന്റെ ഉണ്ട്. തിരിഞ്ഞു ഞങ്ങൾക്ക് ഇവന്റെ കയ്യിലാകട്ടെ 50 റിയാൽ കൊടുത്ത് വാങ്ങാൻ മാത്രമല്ല പൈസ ഉണ്ട്. നമ്മൾ പറയാ കുട്ടികൾക്ക് ബാക്കിയുള്ള 40 ടോയ്സ് വാങ്ങാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ എന്തുണ്ട്? 50 ഉണ്ട് എങ്കിൽ അവൻ ഏറ്റവും നല്ലത് വാങ്ങാ. ഒരഭിപ്രായ പ്രകാരം മഖബൂലായ ഹജ്ജിന് അവൻ അണിഞ്ഞ ഇഹ്റാമിന്റെ വസ്ത്രം അള്ളാഹു അവന് മഹ്ശറയിൽ നൽകും. അള്ളാഹു തആല നമുക്ക് തരട്ടെ. അങ്ങനെയാണ് മഹ്ശറയിൽ വസ്ത്രം നൽകപ്പെടും. അവ്വലു മൻ യുക്സാ മിനൽ ഹുലൽ യൗമൽ ഖിയാമ അൽ ഖലീലു ഇബ്രാഹിം. നമ്മളെ ഹജ്ജിന് വിളിച്ച ഇബ്രാഹിം നബിക്കാണ് ആദ്യമായി വസ്ത്രം കൊടുക്കുക എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ബന്ധമുള്ള ഒരു വിഷയവുമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് നിങ്ങൾ മറക്കരുത്. എന്താ ഞാൻ ഇവിടെ പറഞ്ഞത്? അതിന് കൊണ്ടുപോകുന്ന വസ്ത്രം ഖാലിസായ ഹലാലാവുക, അത് നല്ല വസ്ത്രമാക്കുക. പരലോകത്ത് വെച്ച് നമുക്ക് വസ്ത്രം നൽകപ്പെടും ഇതിന് പകരമായി. അല്ലാഹു തആല അവിടെ ഏറ്റവും നല്ലത് തരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമ മിനൽ ഹുലൽ യൗമൽ ഖിയാമ അൽ ഖലീലു ഇബ്രാഹിം. പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് നമ്മളെ ഹജ്ജിന് വിളിച്ചിട്ടുള്ള സയ്യിദുനാ ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാം എന്ന് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു വാക്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം തന്നെ വാങ്ങുക, ആ വിഷയത്തിൽ തർക്കിക്കാതിരിക്കുക. അതില് അങ്ങനെയല്ല, അതിൽ തർക്കിക്കരുത്. നമ്മളൊരു വീട്ടിലെ അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണില്ലല്ലോ. നമ്മളെ മോളെ കല്യാണം ഉണ്ടെങ്കിൽ അതിന് 1-ാം നമ്പർ അരി വെക്കണമെന്ന് നമുക്കുണ്ട്. 30 റുപ്യന്റെ അരി ഉണ്ട്, 25ന്റെ അരി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ആകെ ഒരു മകളുള്ളൂ, അതിനെ ഞാൻ ഇനി കുറക്കണില്ല. എന്തേ അങ്ങനെ പറയുമല്ലേ? ഇല്ലേ 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 അല്ലേക്ക് ഏറ്റവും നല്ലത്, ഉള്ളിലേക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ മര്യാദക്ക് ഒരു ചോറും ഒരു ബീഫും കൊടുത്താൽ മതി. എന്നാലും കുറച്ച് കാട പൊരിച്ചത്, കുറച്ച് പോത്ത് പൊരിച്ചത്, പിന്നെന്താ ഇപ്പം കൂടിത്തരി മനുഷ്യന്മാർ. അതിനിപ്പോൾ ബുഖാരി അതുണ്ടല്ലോ, എന്താ കോഴി പൊരിച്ചത്, ഫിഷ് പൊരിച്ചത്, ഇതൊക്കെ വെക്കും. എന്തിന്? കാരണം ഇവൻ ആകെ ഉള്ളതൊരു മകളാണ്, ഇഷ്ടം പോലെ മുതലുണ്ട് എങ്കിൽ. എന്നാൽ പിന്നെ നോക്ക്, ഇതൊക്കെ നിസ്സാരല്ലേ? പരിശുദ്ധമായ അവന് അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കുന്ന പ്രധാന കർമ്മം. അതുകൊണ്ട് അതിൽ മോശപ്പെട്ട് തെരഞ്ഞെടുക്കാതിരിക്കുക പരമാവധി. ആ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇമാം നബവി ഒരു ബി പാർട്ട് കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് തഖർറുബാകാവുന്ന ഏത് അമലും ഇപ്രകാരം തന്നെയാണ്. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ധരിക്കുക. മനസ്സിലായില്ല? ഏറ്റവും നല്ല ചെരുപ്പിടുക. മനസ്സിലാണില്ല? ചിലപ്പോൾ ആ ചെരുപ്പ് ഒഴിവാക്കി പോരേണ്ടി വരും, എന്നാലും വേണ്ടില്ല, അല്ല അങ്ങനെ ഉണ്ടാവും. എന്നാലും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാവുന്ന ഏത് ഖുർബത്തിനും ഏറ്റവും നല്ല ധനമാണ് ചെലവഴിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം അണിയണം. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം, നിസ്കരിക്കാൻ പോകുമ്പോഴാണ് ഏറ്റവും നല്ല ചെരുപ്പ്, വണ്ടി, എല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ്. ഏറ്റവും വലിയ സൗകര്യം അതിനെ ഉപയോഗപ്പെടുത്തണം. ഇത് അള്ളാഹുവിലേക്ക് പോവാണ്. നമ്മൾ ഈ പുതിയാപ്പള പോകുന്നത് റബ്ബിലേക്കാണ്. റബ്ബിന്റെ റഹ്മത്ത് നിഅമത്ത് ഇതിലാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഹജ്ജിന് തീരുമാനിച്ചത് മുതൽ മുതവാലിയ, വിനയം കാണിക്കുന്നവനാവുക. എത്രാമത്തെ പറഞ്ഞ? 7 പറഞ്ഞോ? 7ാമത്തത് അയ്യക്കൂന മുതവാലിയൻ. വളരെ കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് ആദാബുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് പറയാം. ഹജ്ജിന് തീരുമാനിച്ചത് മുതൽ അയ്യക്കൂന മുതവാലിയൻ, ഏത് വിഷയത്തിലും വളരെ മുതവാലിയ, വിനയം. അവന്റെ ആ കൊമ്പ് കോർക്കലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ നോമ്പ് സമയത്ത് നമ്മളോട് ഒരാൾ തർക്കിക്കാൻ വന്നാൽ ഫല്യഖുൽ ഇന്നി സ്വായിം, എനിക്കിന്ന് നോമ്പാണെന്ന് പറയണം. എനിക്ക് എന്നെ പോലെ പറയാൻ പറ്റൂല. ഒന്ന് തർക്കിക്കാൻ വന്നാൽ വരെ തർക്കിക്കരുത്. ഫല്യഖുൽ ഇന്നി സ്വായിം, ഇന്നെനിക്ക് നോമ്പാണെന്ന് പറയണമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരമാവധി അങ്ങാടിയിലെ ബഹളം, കൂക്ക്, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. വളരെ വിനയം കാണിക്കുക. വിനയത്തിന്റെ കാര്യം പറയാ, ദീനിന്റെ കാര്യം പറയാ, സ്വർഗത്തിന്റെ കാര്യം പറയാ, നരകത്തിൻ്റെത് പറയാ. ഇതൊക്കെ നരകത്തെ കുറിച്ച് ഭയപ്പെടുകയും സ്വർഗത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുക.
നല്ല വിനയം കാണിക്കുക, വളരെ വിനയം കാണിച്ച് ജീവിക്കുക. ഇത് വളരെ പ്രധാനമാണ്. വിനയം കാണിക്കുന്നവരോട് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വളരെ വിനയം കാണിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇബാദ് എന്ന സൂറത്തുൽ ഫുർഖാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണില്ലേ? വളരെ വിനയം, നല്ല സോഫ്റ്റായ സ്വഭാവം, രീതി, അതാണല്ലോ രീതി. അത് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ വിനയമാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടിയുള്ള നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കല്ലല്ലേ മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി, ഇബ്രാഹിം മഖാമിന്റെ വിനയം നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഹജ്ജിന് വരൂ എന്ന് വിളിച്ചു പറഞ്ഞത്. ഈ കല്ലിന്റെ മുകളിൽ കയറി നിന്നാണ്. ആ കല്ല് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അതിന്റെ പുറത്തേക്ക് കയറിയപ്പോൾ അതിന്റെ വിനയം കാരണം അത് അലിഞ്ഞു പോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇബ്രാഹിം നബിയുടെ കാലിന്റെ അടയാളം. മനസ്സിലായില്ല? അത് വിളിച്ചു പറയാൻ വേണ്ടി കയറിയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാല് കുത്തിയ സ്ഥലമാണത്. ആ കല്ലിന്റെ ഒരു വിനയം കാണണോ? ആ കാല് കുത്തിയ സ്ഥലം ആ കല്ലങ്ങോട്ട് അലിഞ്ഞുപോയി. നോക്ക്. അപ്പൊ ഹാജി എപ്പോഴും അവൻ ആരായിരിക്കണം? അതൊക്കെ ഒരു പ്രതീകമാണ്. അവൻ ആരായിരിക്കണം? അയ്യക്കുന മുതവാളിയാൻ. അവൻ എപ്പോഴും എന്തിലുണ്ടാവണം? വളരെ വളരെ വിനയം. പ്രത്യേകിച്ച് യാത്രയിൽ വിനയം വളരെ അത്യാവശ്യമാണ്. ആ കൂട്ടത്തിൽ ഞാൻ പറയാ, എല്ലാ വിനയം ഒഴിവാകുന്ന പരിപാടിയാണ് എന്ത്? യാത്ര. അത് വലിയ വിഷയമാണ്. സഫർ എന്നത് നരകശിക്ഷയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നരകശിക്ഷയുടെ ഭാഗമാണ്, വലിയ അപകടം വിഷയമാണ്. അതുകൊണ്ടാണല്ലോ 4 റക്അത്ത് നമസ്കാരം. 2 ളുഹറിനെ അസറിലേക്ക് ചേർക്കാം, അസറിനെ ളുഹറിലേക്ക് ചേർക്കാം, മഗ്രിബിനെ ഇശായിലേക്ക് ചേർക്കാം, ഇശാഇനെ മഗ്രിബിലേക്ക് ചേർക്കാം. അതാ ആയി സംഭവിക്കും മുസാഫിറിന്. കാരണം സഫർ എന്നത് നരകശിക്ഷയുടെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം? വളരെ വിനയം കാണിച്ചാൽ മാത്രമേ അതങ്ങോട്ട് കഴിയുള്ളൂ. എല്ലാത്തിനും വിനയം. ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ കണ്ട ഒരു അനുഭവം ഉണ്ട്. അറഫന്റെ അന്ന് രാവിലെ അടി. അറഫ കഴിഞ്ഞിട്ട് പിന്നെ മുസ്ദലിഫയെന്ന് രാപ്പാർത്തിട്ട് പോവുക. അങ്ങോട്ട് മിനയിലേക്ക് പോവുക. ആ സമയത്ത് അടി. എന്താ അടി? പൊരിഞ്ഞടി. വടി കൊണ്ട് 2 ഹാജിമാർ മുഹരിമാണ്, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണുള്ളത്. നിന്നിട്ട് വടി കൊണ്ട് അടിക്കുക. 2 അങ്ങോട്ടും എന്തോ ഒരു വിഷയം. വണ്ടി അങ്ങോട്ട് കയറ്റിയപ്പോൾ മറ്റവൻ്റെ ഗ്ലാസ്സിന് എന്തോ ഒന്ന് തട്ടി. ഇത്രയുള്ള വിഷയം. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അവിടെ പ്രവേശിക്കും. കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ അമലവൻ ബാത്തിലാക്കും. അപ്പോൾ വളരെ ചിന്തിക്കണം. ഈ തമാശൻ ലോകിയൊന്നും ഉണ്ടാവില്ല. ഈ ഇരിക്കുന്ന റോസലോൺസ് ഓഡിറ്റോറിയത്തിൻ്റെ സൗകര്യമൊന്നും അവിടെ പോയാൽ ഉണ്ടാവില്ല. എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്താണ്? 10 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് എത്ര സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും സൗകര്യം പലരും പറയും അങ്ങനെ സൗകര്യമുണ്ട്, എങ്ങനെ സൗകര്യമുണ്ട്. എത്ര സൗകര്യം ഉണ്ടെങ്കിലും സൗകര്യമില്ല. മാത്രമല്ല നമ്മൾ സൗകര്യത്തിന് പോവില്ല. അല്ല, അതുകൊണ്ട് അയ്യകൂന മുതവാലിഅൻ, അവൻ പൂർണ്ണമായി തവാലു കാണിക്കണം. വലാ യലീഖു ബിൽ ഹാജി ഗൈറു തവാലിഇ ഫീ ജമീഇ ഹയാതി, അവന്റെ ഏത് കാര്യത്തിലും തവാലു അല്ലാത്ത വിനയല്ലാതെ ഉണ്ടാകരുത്. വ അഹ്വാലിഹി ഫീ ജമീഇ സഫരിഹി, യാത്ര മുഴുവനും അവൻ ഈ വിനയം കാണിക്കണം. ഏത് വിഷയത്തിലും എന്തിനും വിനയം കാണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് മുതൽ തന്നെ തുടങ്ങണം. ഒരു വിനയാന്വിതൻ, ഒരേ കാര്യത്തിന് എപ്പോഴും ഒരു കീഴൊതുങ്ങൽ. ഒരാൾ ഏറൊരു വർത്താനം പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വർത്താനം പറയാതിരിക്കുക. കാരണം അവൻ എന്തിന് തീരുമാനിച്ചിട്ടുണ്ട്? ഹജ്ജിന് പോകാൻ. ശ്രദ്ധിക്കുക. ഇനി 8ാമത്തെ കാര്യം, 7 എഴുതിയത് 8ാമത്തെ കാര്യം, ഹജ്ജിന്റെ കാര്യങ്ങളിൽ അറിവ് നേടണം. എന്തുകൊണ്ട് ഏതൊരു വിഷയവും യഥാർത്ഥമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ വിഷയത്തിൽ ഇൽമുണ്ടായിരിക്കൽ ആവശ്യമാണ്. അല്ലാഹു മനുഷ്യന് ആദ്യമായി നൽകിയത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, വിജ്ഞാനം. അപ്പൊ ആ വിഷയത്തിൽ അവൻ പൂർണ്ണമായി അതഅല്ലമ കൈഫിയതഹു വഹുവ ഫർളു ഐനിൻ, പഠിക്കൽ ഫർള് കിഫയല്ല, ഫർള് ഐനാണ്. കൂട്ടത്തിൽ പഠിച്ച ഒരാളുണ്ടായാൽ പോരാ, എല്ലാവരും പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങൾ ഇപ്പൊ ബാങ്ക് കൊടുത്തു. ഇവിടെ നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ നിർത്തി. ബാങ്ക് കൊടുക്കൽ ഫർള് ഐനല്ല,
ഫർള് കിഫായാണ്. എന്തുകൊണ്ട് കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്താൽ മതി, അതുകൊണ്ട് ഖായിമായ മതി. നേരെ മറിച്ച് ഒരു അമൽ ചെയ്യുന്ന ആൾ, ആ അമലിന്റെ കൈഫിയത്ത്, അതിന്റെ അമാലിനെ പറ്റിയുള്ള കൈഫിയത്ത് കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ പോരാ. ഫർളു ഐനിൻ, ഓരോരുത്തരും മനസ്സിലായി, ഓരോരുത്തരും അറിയാൽ ഫർളു ഐനാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ലാ തസിഹുൽ ഇബാദത്തു ഇല്ലാ ബിൽ ഇൽമി, ഇൽമോട് കൂടി അല്ലാതെ ഇബാദത്ത് സ്വഹീഹാവുകയില്ലല്ലോ. അവിടെ ഒരു ബി പാർട്ട് ഇമാം നവവി തങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ബി, അവിടെ ഒരു ബി പാർട്ട്, ഏഴാമത്തിന് ഒരു ബി. യുസ്തഹബ്ബു അൻ യസ്തസ്ഹിബ മഅഹു കിതാബൻ വാളിഹൻ ഫിൽ മനാസികി ജാമിഅൻ ലിമഖാസിദിഹാ വഅൻ യുദീമ മുതാലഅതഹു വയുകർരിറുഹാ. ബഹുമാനപ്പെട്ട ഇമാം നവവി പറയുന്നുണ്ട്, വയുസ്തഹബ്ബു അൻ യസ്തസ്ഹിബ മഅഹു കിതാബ, അവന്റെ കയ്യിൽ എപ്പോഴും ഹജ്ജിന് കരുതിയത് മുതൽ യസ്തസ്ഹിബ, അവന്റെ കൂട്ടുകാരനാകണം. സാഹിബ് പറഞ്ഞാല് കൂട്ടുകാരനാകണം. കിതാബൻ വാളിഹൻ, ഒരു കിതാബിനെ കൂട്ടുകാരനാക്കണം. വാളിഹൻ ഫിൽ മനാസികി, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു കിതാബിനെ കൂടെ കൊണ്ടിടക്കണം. ജാമിഅൻ ലിമഖാസിദിഹാ, അതിന്റെ വിഷയങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയ ഒരു കിതാബ് എപ്പോഴും കയ്യിലുണ്ടാകണം. വഅൻ യുദീമ, അവൻ ദായിമാക്കുകയും വേണം. മുതാലഅതഹു, അതിങ്ങനെ പരിശോധിച്ച് പഠിക്കൽ. വയുകർരിറുഹാ, പഠിച്ചാലും വയുകർരിറുഹാ, അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും വേണം. ഒരിക്കൽ പഠിച്ചാൽ പോരാ. മനസ്സിലായല്ലോ. സദാ നേരം അവന്റെ കയ്യിൽ അഅ്മാലുൽ ഹജ്ജിന്റെ കൈഫിയത്തുൽ ഹജ്ജ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഉണ്ടാവണം. ആ പുസ്തകത്തിനെ അവൻ നോക്കുകയും ആവർത്തിച്ച് അതവൻ പരിശോധിക്കുകയും ചെയ്യണം. ഇതിന്റെ ബി പാർട്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അടുത്ത കാര്യം അയ്യതുൽബലഹു റഫീഖൻ മുവാഫിഖൻ, യാത്രക്കിൽ ഒറ്റക്ക് പോവാതിരിക്കുക, കൂടെ ഒരു യോജിക്കാവുന്ന ആളെ കൊണ്ടുപോവുക. റഫീഖൻ മുവാഫിഖൻ, അവനോട് യോജിക്കാവുന്ന ഒരാൾ തണുപ്പും ഒരാൾ ചൂടുവാണെങ്കിൽ കുടുങ്ങും. അങ്ങനെയാണ്, അല്ല അങ്ങനെ ഉണ്ടാവും, കുടുങ്ങും. ചിലപ്പോൾ അതോടുകൂടെ ഉള്ള ലോകം മുഴുവനും തെറ്റിപ്പോവും. അപ്പൊ അത് വലിയ വിഷയമാണ്. അതൊക്കെ വലിയ വിഷയമായി. യാത്രക്കിടയിലൊക്കെ ഉള്ളത് ഒരു ദിവസത്തെ പരിപാടിയല്ല. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല കോൾഗേറ്റിന്റെ പരസ്യം കാട്ടിയിട്ട് അരമണിക്കൂർ കൊണ്ട് പിരിഞ്ഞു പോവാണ്. ഇത് 40 ദിവസം കൂടെയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഇപ്പം ഈ പറയുന്നത്. അതുകൊണ്ട് യോജിക്കാവുന്ന ഒരാളെ കൂടെ കരുതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വഹദത ഫിസ് സഫരി, ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, യാത്രയിൽ ഒറ്റക്ക് പോകൽ റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. വഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അർറാകിബുൽ വാഹിദു ശൈത്താനുൻ, ഒറ്റക്ക് യാത്ര ചെയ്യുന്നവൻ ശൈത്താനാണ്. വറാകിബാനി ശൈത്താനാനി, രണ്ടാൾ പോകലും രണ്ടാളും ശൈത്താന്മാരാണ്. വറഖബു സലാസത ഫഅക്സർ, ഒരു യാത്ര എന്ന് പറഞ്ഞാൽ 3 കൂടുതലുമാണ്. നമ്മളെ നാടൻ മലയാളം കേൾക്കാറുണ്ട്, 3 ഒരു വഴിക്ക് പോകാൻ പാടില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ആരാ ഇതൊക്കെ ഇങ്ങനെ നേരെ തിരിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ 3 ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ 3 ഒരു വഴിക്ക് പോകാൻ പാടില്ല, അങ്ങനെ പറയാം. എൻ്റെ ഒരു വാക്ക് എന്താ ഇതിൻ്റെയൊക്കെ? ആരപ്പ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാവും? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അബൂ ദാവൂദ് തങ്ങളും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, ഒറ്റക്ക് പോകുന്നവൻ ശൈത്താനാണ്. വൽ ഇസ്നാനി ശൈത്താനാനി, രണ്ടാളും ശൈത്താന്മാരാണ്. വറഖബു സലാസ ഫഅക്സർ, യാത്രാ സംഘം 3 കൂടുതലോ ആണ്. ഫൽയുഅമ്മിറു വാഹിദൻ, എങ്കിൽ 3 ഉണ്ടാവുന്നത് മുതൽ ഒരാളെ പിടിച്ചിട്ട് നേതാവാക്കുകയും വേണം, അമീറാക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അയാൾക്ക് മടങ്ങി വരുന്നവരെ ഇത്വാഅത്ത് ചെയ്യണം. മനസ്സിലായില്ല? അതേത് വഴിക്ക് പോവുകയാണെങ്കിലും വേണം. ഒരു മന്ത്രിയെ കാണാൻ പോവുകയാണെങ്കിൽ എല്ലാവരും വർത്താനം പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് എന്ത് മതി, ആ കൂട്ടത്തിൽ നാവിന് നീളമുള്ള ഒരാൾ വർത്താനം പറയണം. അവിടെ നാവിന്റെ നീളം പരിഗണിച്ചാൽ മതി. ഹജ്ജിന് പോകുമ്പോൾ നാവിന്റെ നീളമല്ല പരിഗണിക്കേണ്ടത്. ഇൽമു സലാഹിയത്ത്, അവൻ സ്വാലിഹു ആകണം, സാഹിബുൽ ഇൽമും ആകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി പറഞ്ഞു, അർറാകിബുൽ വാഹിദു ശൈത്താനുൻ വൽ ഇത്നാനി ശൈത്താനാനി വറഖബു സലാസ ഫഅക്സർ, ഒരു വിഷയത്തിൽ ഒരാളും ഒരു യാത്രയിൽ ഒരാളും രണ്ടാളും ഒക്കെ ശൈത്താന്മാരാണ്. 3 കൂടുതലുമാണ് യാത്രാ സംഘങ്ങൾ. അതിലാണ് അല്ലാഹുവിന്റെ തിരനോട്ടം ഉണ്ടാവുക. സ്വഹീൽ തുർമുദി ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയ്യകൂന റഫീഖു റാഗിബൻ ഫിൽ ഖൈരി, അങ്ങനെയാണ്. അതും ശ്രദ്ധിക്കണം, കൂടെ പോകുന്ന ആൾ ആരാകണം? അയ്യകൂന റഫീഖു റാഗിബൻ ഫിൽ ഖൈരി, ഖൈറിൽ പരമാവധി ആഗ്രഹിക്കുന്ന ആളാകണം. അങ്ങനെയാണ്.
തവാഫ് കഴിഞ്ഞു, മഖാം ഇബ്രാഹിമിന്റെ അവിടെ എത്തിയപ്പോൾ ഇനി നമുക്ക് ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നമുക്ക് ദുആ എവിടുന്നും ദുആ ചെയ്തൂടെ, നമുക്ക് റൂമിൽ പോവുക, ഈ ദുനിയാവിൽ എവിടുന്നും ദുആ ചെയ്താൽ അള്ളാഹു തആല കേൾക്കുമല്ലോ, ഇതൊക്കെ പറയണവരില്ലേ? ഈ ഫർള് നിസ്കരിച്ചിട്ട് പായുന്ന ആളുകളെ ഒപ്പം പോവാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, നമ്മളെ റാഗിബും ഫിൽ ഖൈറിന്റെ നാട്ടിൽ നിന്ന് നമുക്കറിയാം. ചില ആളുകളുണ്ട് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വിചാരിച്ചു അവർ ഓടും. വേറെ ചില ആളുകളുണ്ട് അതിന്റെ സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് പോവുള്ളൂ. ഒരു ഖൈറായ ഒരാൾ കൈ വെക്കണ കണ്ടാൽ അവിടെ ഇരിക്കും. അങ്ങനെ അല്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട്. രണ്ടാമത്തെ ആളെന്ത് ചെയ്യും? അതിനൊക്കെ നിസ്സാരപ്പെടുത്തും. അത്തരം ആളുകളെ കൂടെ പോകാതിരിക്കുക, കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുടെ പിന്നാലെ പോകാതിരിക്കുക. ഇതിവിടെ പൂവാട്ടുപറമ്പിൽ തമാശ പറയും പോലെയല്ല, ജീവിതത്തിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഇല്ലാതെയാകാം. ഹബീബ റസൂലുള്ളാഹിന്റെ സിയാറത്തിന് പോകുമ്പോൾ സിയാറത്തിനെയും അതുപോലത്തെ വിഷയങ്ങളെയും ഇഹാനത്ത് ചെയ്യുന്നവരുടെ കൂടെ പോകാതിരിക്കുക, ശ്രദ്ധിക്കണം. മദീനയിൽ പോയാൽ എന്ത് മദീന, അതൊക്കെ പിന്നുണ്ടായതല്ലേ എന്ന് പറയുന്ന ആളുകളെ പിന്നാലെ പോകാതിരിക്കുക. ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്ത് റൗളയിൽ പോകുമ്പോൾ കരച്ചിൽ പൊട്ടിയാൽ എന്തിനാ കരഞ്ഞത്, ഇതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നവരുടെ കൂടെ പോവാതിരിക്കുക. എന്തുകൊണ്ട്? ഹുബ്ബിന് പരിധിയില്ല. ഹബീബിനെ ആലോചിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ കരഞ്ഞു പോകും. എന്നല്ലേ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത്. കരഞ്ഞിട്ട് നബിയെ അങ്ങയെപ്പറ്റി കരഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്ത് 2 ചാലുകൾ വീണുപോയി എന്ന് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു. حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي. അബൂ ഹനീഫ അൽ-കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നബിയെ എൻ്റെ റൂഹിനെ റൗളയിലേക്ക് വിടാറുണ്ട്. ഈ റൗളയുടെ ചുമരുകൾ ചുംബിച്ചിട്ട് എൻ്റെ എല്ലാ രാവിലെയും എൻ്റെ റൂഹ് വന്നിട്ട് ഈ റൗളയിൽ ചുംബനം നടത്താറുണ്ട്. നബിയെ, ഇപ്പോൾ അങ്ങയെ കാണാൻ നേരിട്ട് വന്നിരിക്കുകയാണ് എന്ന് ലോക പ്രശസ്ത മഹാപണ്ഡിതനായ അബൂ ഹനീഫ അൽ-കൂഫി ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ അതിനുള്ള വില എത്രയാ? അതിനൊക്കെ നിസ്സാരപ്പെടുത്തുന്ന ആളുകളുടെ യാത്രാ സംഘത്തിൽ അവർ വേറെ പോയിക്കോട്ടെ, ആ കൂട്ടത്തിൽ കൂടാതിരിക്കുക. ഇതൊക്കെ ചിന്തിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാന്റെ കോടതിയിലെത്തിയപ്പോൾ റബ്ബേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ സ്ഥലത്ത് നമുക്കിന്ന് 9 മണിക്ക് ഹറമിൽ പോകണം, സുബഹി വരെ ഹറമിൽ കൂടാന്ന് പറയുമ്പോൾ എന്തിനാ 9 മണി ആകാന്നിരിക്കണത്? നമുക്ക് മഗ്‌രിബിന് തന്നെ അങ്ങോട്ട് പോവാ. വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 10 റുപ്യേൻ്റെ സാൻഡ്വിച്ച് 2 റുപ്യേൻ്റെ സാൻഡ്വിച്ച് നമുക്ക് പുറത്തിറങ്ങി കഴിക്കാം, നമുക്കിന്ന് റൂമ് കൂട്ടി പോവാന്ന് ഇങ്ങോട്ട് പറയുന്നവനോട് പറയാം. നേരെ മറിച്ച് 9 മണിക്ക് പോവാന്ന് പറയുമ്പോൾ പറയാം, എന്തിനാണ് വല്ല കഷ്ടപ്പെട്ട് അമൽ ചെയ്യാനായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നാളെ നേരം വെളുക്കൂല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം പോകാതിരിക്കുക. ഇവന്റെ കൂട്ടുകാരൻ അവൻ മറന്നത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ആളാവുക. ഓർമ്മപ്പെടുന്ന കാര്യം ചെയ്യാൻ സഹായിക്കുന്ന ആളോ ആവുക. ഇതൊക്കെ ആകൽ നിർബന്ധമാണ്. മനസ്സിലാവണില്ലേ? പ്രധാനപ്പെട്ട കാര്യം വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഹജ്ജിന്റെ അർക്കാനുകൾ 5 എണ്ണമാണ്. 1 ഇഹ്റാം. എഴുതിക്കോ, ശ്രദ്ധിക്കുക, എഴുതിക്കോളൂ. ഹജ്ജിന്റെ അർക്കാനുകൾ 5 എണ്ണമാണ്. 6 എന്നൊരു അഭിപ്രായം ഉണ്ട്. അത് മുഅല്ലമുൽ അർക്കാന്റെ ഇടയിലുള്ള തെർത്തീബാണ്. 5 എന്ന് പറഞ്ഞ കിതാബുകളും ഉണ്ട്. അപ്പൊ തെർത്തീബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റുക്കനുകളിലേക്ക് ചേർത്ത് തെർത്തീബ് മുഅല്ലമുൽ അർക്കാന്റെ ഇടയിൽ തെർത്തീബ് എന്ന് പറഞ്ഞ് 6 എണ്ണിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ള റുക്കനുകൾ 5 എണ്ണമാണ്. 1 ഇഹ്റാം. ഇന്നാലിന്നിടത്ത് നിന്ന് ഇഹ്റാം എന്നില്ല. ഇഹ്റാം മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നത് റുക്കനല്ല, വാജിബാണ്. റുക്കനും വാജിബും തമ്മിൽ വ്യത്യാസമുണ്ട്. വാജിബ് എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും, വാജിബ്. എന്നാൽ റുക്കിന് ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം, ഈ കെട്ടിടത്തിന് ഇത്രയും ഫില്ലറുകൾ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ റുക്കിനാണ്. എന്നാൽ ഇതിനിടയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വാജിബാണ്. അതിന് പരിഹാരമായി പെട്രോമാക്സ് കത്തിച്ചു വെച്ചാൽ മതിയാകും. എന്നാൽ ഈ ഫില്ലറുകൾക്ക് പരിഹാരം ഇല്ല. ശ്രദ്ധിച്ചോ? ഞാൻ 2 കാര്യങ്ങളോട് പറഞ്ഞു. ഒരു സിമ്പിൾ കാരണം പറഞ്ഞതാ. ഈ കാണുന്ന ഈ ഫില്ലറുകൾ ഉണ്ടല്ലോ, ഫില്ലറിന് മറ്റൊരു പരിഹാരം ഉണ്ടോ? ഇല്ല. കാരണം ഇതില്ലെങ്കിൽ ഈ സഖഫ് ഒരിക്കലും നിലനിൽക്കുകയില്ല, വീണു പോകും. നേരെ മറിച്ച് ഈ ഇടയിലുള്ള ഇതൊരു വാജിബാണ്, ഇത് അവിഭാജ്യ ഘടകം എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒഴിവാക്കുകയും ചെയ്യാം. പകരം എന്ത് ചെയ്താൽ മതി?
പെട്രോൾ മാക്സ് ആക്കാം, അതിന് അതിൻ്റെതായ ചില ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്രോൾ മാക്സ് കൊണ്ടും വെളിച്ചം എന്ന കാര്യം ലഭിക്കും. അതുകൊണ്ട് ഫില്ലർ റുക്കിനും ഈ വെളിച്ചം വാജിബുമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? എന്നതുപോലെ ഹജ്ജിന് ഉംറക്ക് ഇവക്കൊക്കെ റുക്കിനുമുണ്ട് വാജിബുമുണ്ട്. റുക്കിന് എന്നാൽ ഒരിക്കലും അതിന് ഫിദിയ ഒരു പരിഹാരം അല്ല. അത് ഇല്ലെങ്കിൽ ഹജ്ജ് ബാത്തിലാകുന്നതാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതില്ലെങ്കിൽ ഹജ്ജ് ബാത്തിലാകും. അതിന് ഒരു പരിഹാരവുമില്ല. വാജിബാത്തുകളാണെങ്കിൽ അതിന് ഫിദിയ കൊണ്ട് പരിഹരിക്കാം. ഫിദിയ എന്താണ് നമുക്കൊക്കെ പിന്നെ പറയാം, ബേജാറാണ്ടാവല്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള റുക്കനുകൾ ഹജ്ജിനാണെങ്കിൽ 5 എണ്ണമാണ്, ഉംറക്കാണെങ്കിൽ 4 എണ്ണമാണ്. ഹജ്ജും ഉംറയും കൂടിയുള്ള 4 കാര്യവും അത് പറയാം. റുക്കനുകളിൽ ഉംറക്കില്ലാതെ ഹജ്ജിന് മാത്രമുള്ള റുക്കൻ അൽ വുഖൂഫ് ബിൽ അറഫ, അറഫയിൽ നിൽക്കുക എന്ന കാര്യം മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഹജ്ജിനും റുക്കിനാണ്, ഉംറക്കും റുക്കിനാണ്. മനസ്സിലായില്ലേ? റുക്കിന് എന്നാൽ എന്താണ്? അവിഭാജ്യ ഘടകമാണ്. ഒരിക്കലും അതില്ലെങ്കിൽ ആ ഹജ്ജ് അല്ല, മറ്റെന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം അതിനൊട്ട് പരിഹാരവും അല്ല. വാജിബ് എന്നാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അതിന് ഫിദിയയുടെ പരിഹാരമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഹജ്ജ് ബാത്തിലാവുകയൊന്നും ഇല്ല. ഒന്ന്, ഹജ്ജിനും ഉംറക്കുമുള്ള ഒന്നാമത്തെ റുക്കിൻ അൽ ഇഹ്റാം, ഇഹ്റാം ചെയ്യുക. 2, ഒന്നൊന്നും വിശദീകരിക്കാം. 2 ഹജ്ജിനും ഉംറക്കും രണ്ടിനും കൂടിയുള്ളത്. 2 തവാഫുൽ ഇഫാള, ഇഫാളത്തിന്റെ തവാഫ് 2. 3 അസ്സഅയു, സഅയ്. 4 അൽ ഹൽഖു അവി തഖ്സീർ, ഒന്നിരിക്കൽ മുടി കളയുക അല്ലെങ്കിൽ മുടി വെട്ടുക. ഇത് ഹജ്ജിനും റുക്കനാണ്, ഉംറക്കും റുക്കനാണ്. ഇതിന് പുറമെ ഹജ്ജിന് ഒരു റുക്കനുണ്ട്. അതാണ് ഏത്? അറഫയിൽ നിൽക്കൽ. അത് ഉംറക്ക് റുക്കൻ അല്ല. ഇഹ്റാം എന്നാൽ നിയ്യത്താണ്. നവയ്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് എൻ്റെ ഇഹ്റാം കെട്ടൽ. ഇഹ്റാം കെട്ടാന്ന് അതിനുമുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഏറ്റവും കാമിലായ വിധം ഒരാൾ 2 റക്അത്ത് ഇഹ്റാമിന്റെ നമസ്കാരം നിസ്കരിക്കുക. അത് ഇഹ്റാം ചെയ്തതിനു ശേഷമല്ല, ഇഹ്റാമിന് മുമ്പാണ്. ശ്രദ്ധിക്കണം പ്രിയ മുഅ്മിനീങ്ങൾ, വളരെ കൂടുതൽ മനസ്സിലാക്കണം, നല്ലോണം ചിന്തിക്കണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം എന്ന നിയ്യത്ത് ചെയ്യുക. ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം എന്ന നിയ്യത്ത് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. നോക്കൂ, ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹ കഴിഞ്ഞിട്ട് 1ാമത്തെ റക്അത്തിൽ കാഫിറൂന ഓതുക. മനസ്സിലായില്ലേ? 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഇഖ്ലാസും. ഇത് നിങ്ങൾ വളരെ കാര്യമായി ദായിമാക്കണം. 1, ഹജ്ജിനോടനുബന്ധിക്കുന്ന എല്ലാ നമസ്കാരങ്ങളിലും 1ാമത്തെ റക്അത്തിൽ കാഫിറൂനയും 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസുമാണ്. ഹജ്ജിനോടനുബന്ധിക്കുന്ന സ്വലാത്തുകളിലെല്ലാം സ്വലാത്ത് ഇബ്രാഹിമിയ. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം മുതലുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ. ഇതാണ് അഫ്ളൽ. എന്നാൽ മറ്റുള്ള സ്വലാത്തുകളും ചെല്ലാവുന്നതാണ്. അഫ്ളൽ മനസ്സിലാവണില്ലേ? മനസ്സിലായി? മറ്റ് സ്വലാത്തുകളൊക്കെ ചെല്ലാം. അഫ്ളലായ വിധം സ്വലാത്ത് ഇബ്രാഹിമിയയാണ്. മനസ്സിലായില്ലോ? ഒന്നുകൂടി പറയാം. ഇതെല്ലാം നാം ശ്രദ്ധിക്കുക. ഹജ്ജിനോടനുബന്ധിക്കുന്ന ഏറ്റവും പ്രധാനം തൽബിയത്ത് ചെല്ലിയാൽ, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ആൾ, ഉംറക്ക് ഇഹ്റാം ചെയ്യുന്ന ആൾ തൽബിയത്ത് ചെല്ലണം. 3 പ്രാവശ്യം തൽബിയത്ത് ചെല്ലിയാൽ 1 തവണ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. അഫ്ളലായ സ്വലാത്ത് ഇബ്രാഹിമിയത്താകുന്നു. മനസ്സിലാവണില്ല? 3 പ്രാവശ്യം
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒന്ന് കൂടെ പറഞ്ഞുതരാം. ലബ്ബൈക് നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എന്നെ പടച്ച റബ്ബേ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുകയാണ്. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇന്നൽ ഹംദ സർവസ്തുതിയും വന്നിഅമത സർവാനുഗ്രഹങ്ങളും എല്ലാം ലക നിനക്കുള്ളതാണ്. എല്ലാ അനുഗ്രഹത്തിന്റെയും ദാതാവ് നീയാണ്. എല്ലാ സ്തുതിയും നിന്റേതു മാത്രമാണ്. ലകവൽ മുൽക്ക് നിനക്ക് മാത്രമാണ് രാജാധികാരം. അധികാരി നീ മാത്രമാകുന്നു, മറ്റൊരാളും അധികാരിയല്ല. ലാ ശരീക ലക നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഒന്നുകൂടി ഓർക്കെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലകവൽ മുൽക്ക് ലാ ശരീക ലക്. ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ വിളിച്ചറിയിക്കുന്നതാണ്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തും അങ്ങനെയാണ്. ഇസ്ലാമിലെ ഇബാദത്ത് മുഴുവനും അള്ളാഹിന്റെ വഹ്ദാനിയത്താണ്. അള്ളാഹു ഏകനാണ് എന്ന് തെളിയിക്കുക. അതാണ് ഇബാദത്ത്. അള്ളാഹു ഏകനാണ്. അതാണ് ദീനിന്റെ അടിസ്ഥാനം. അതിലേക്ക് ഞാൻ കടക്കണില്ല. കടന്നാൽ പിന്നെ എന്റെ നാവ് ആ മധുരത്തിൽ നിന്ന് പോരൂല. പറഞ്ഞാൽ തീരാത്ത വിഷയ വഹ്ദാനിയത്ത്. അള്ളാഹു ഏകനാണ്. അള്ളാഹു അല്ലാത്ത ഒരുത്തനോടും ഒരു അബ്ദിനും യാതൊരു വിധേയത്വവുമില്ല. അതുകൊണ്ടാണ് അതിരാവിലെ പുറത്തിറങ്ങുമ്പോൾ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോൾ പോലും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഹാജിമാർ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ നിങ്ങൾ ദുയൂഫുർ റഹ്മാനാണ്. അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുത്തത് മുതൽ, സർക്കാരിൽ ആപ്ലിക്കേഷൻ കൊടുത്തത് മുതൽ ദുയൂഫുർ റഹ്മാനാണ്. അതുകൊണ്ട് രാവിലെ എണീക്കുന്നത് ശ്രദ്ധിക്കണം. രാവിലെ എണീക്കുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകൽ ശുക്റു. എന്നുകൂടി ഞാൻ പറയാം. കേസറ്റ് ആവശ്യമുള്ളവർ പിന്നെ വാങ്ങി കേട്ട് പഠിക്കുക. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകൽ ശുക്റു. അല്ലാഹുവേ മാ അസ്ബഹ ബി മിൻ നിഅമ, ഈ പ്രഭാതത്തിൽ നീ എനിക്ക് ചെയ്ത എല്ലാ നിഅമത്തുകളും, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളിൽ ആർക്ക് ചെയ്ത നിഅമത്തുകളും, ഫമിൻക വഹ്ദക, നിന്നിൽ നിന്ന് മാത്രമാകുന്നു, ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല, ഫലകൽ ഹംദു, സർവസ്തുതിയും നിനക്കു തന്നെ, വലക ശുക്രു, സർവനന്ദിയും നിന്നോട് തന്നെ. ഇത് പറഞ്ഞിട്ടേ ഒരാളുടെ ഒരു ദിവസം തുടങ്ങാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞോണ്ട് ഇതെന്ന് തുടങ്ങിയിട്ട് ഇതെന്ന് തീരാ. രാവിലെ തുടങ്ങിയതാണിത്. ഹജ്ജാണല്ലോ പൂർണ്ണമായ അമൽ. അതും എന്തിനു വേണ്ടിയാ? റബ്ബിന്റെ ഹദാനിയത്ത. അള്ളാഹു അല്ലാത്ത ഒരുത്തനെ അംഗീകരിക്കണ്ട. അള്ളാഹു ആരൊക്കെ അംഗീകരിക്കാൻ പറഞ്ഞോ അവരെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. ആർക്ക് വേണ്ടി? അള്ളാഹുക്ക് വേണ്ടി. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? അള്ളാഹു ആ ഹദാനിയത്തെ നമുക്ക് തരട്ടെ. അള്ളാഹു ഏകനാണെന്ന ആ ബോധം അള്ളാഹു നമ്മളെ ഖൽബിൽ കിട്ടുതരട്ടെ. അതേ നമ്മളെ ഖൽബിൽ അള്ളാഹു ആ ഒരു ലദ്ദത്ത്, അതൊരു രസം, അത് തല്ലുകൂടാൻ വേണ്ടി പറയല്ല വേണ്ടത്. അതൊരു രസമാണ്. അല്ലാഹുവിൻ്റെ വഹദാനിയത്താണത്. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇരുന്നു പോവും. ഞാനത് വിശദീകരിക്കുന്നില്ല. അത്രയും വലിയ സംഗതിയാണത്. അപ്പം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അപ്പം തൽബിയത്ത് ചെല്ലുക. ഏത് തൽബിയത്തും 3 പ്രാവശ്യം തൽബിയത്ത് ചെല്ലിയാൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. അഫ്ളലായ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ. 2 റക്അത്ത്. ഇതന്നെയാണല്ലോ നിസ്കാരത്തിലും കണ്ടത്. ഖുൽ യാ അയ്യുൽ കാഫിറൂന മാനിഉ തൗഹീദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ജാമിഉ തൗഹീദാണ്. ഒന്ന് തൗഹീദിന്റെ പുറത്തുള്ളതിനെ ഒഴിവാക്കലാണ്, ഒന്ന് തൗഹീദിന്റെ അകത്തുള്ളതിനെ കൂട്ടലാണ്. മനസ്സിലായില്ല? തൗഹീദിന്റെ പുറത്തുള്ളതിനെ ഒഴിവാക്കിയതാണ് ഏത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ മുതലുള്ള സൂറത്ത്. അല്ലാഹു ബോധം തരട്ടെ. ഒന്ന് മാനിഉ തൗഹീദാണ്, ഒന്ന് തൗഹീദിന്റെ പുറത്തുള്ളതിനെ ഒഴിവാക്കിയതാണ്, ഒന്ന് ജാമിഉ തൗഹീദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. ഇനി എല്ലായിടത്തും തന്നെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴും എല്ലാം 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ
കാഫിറൂന. രണ്ടാമത്തേൽ ഫാത്തിഹ കഴിഞ്ഞാൽ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. മുസ്തഖ്ബിലൽ ഖിബ്ലതി, മുസ്തഖ്ബിലൽ ഖിബ്ലതി, ഖിബ്ലക്ക് മുന്നിട്ടിട്ട് അഫ്ളലായ രൂപാണ് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ഹജ്ജിനാണെങ്കിൽ നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. കഴിഞ്ഞു, കേറി. മനസ്സിലായില്ല? ഇപ്പൊ നമ്മള് ഇഹ്റാമിലായി, മുഹരിമായി. നവൈതുൽ ഹജ്ജ, ഹജ്ജിനെ ഞാൻ കരുതിയിരിക്കുന്നു, ഹജ്ജിനെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. വ അഹറംതു ബിഹി, ഹജ്ജു കാരണമായി എനിക്ക് ഇതുവരെ ഹലാലായ ഫലം ഞാൻ ഇനി മുതൽ ഹറാമാക്കിയിരിക്കുന്നു. ലില്ലാഹി തആല, ഇതുവരെ എനിക്ക് എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടൽ ഹലാലായിരുന്നു, ഇനി മുതൽ ഞാനത് ഉപേക്ഷിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതുവരെ തുന്നിക്കെട്ടിയ വസ്ത്രങ്ങൾ ധരിക്കലും ചെരുപ്പിടലും മറ്റു കാര്യങ്ങളും തുന്നിക്കൂട്ടിയ കാര്യങ്ങൾ ഉപയോഗിക്കലും ഇതുവരെ എനിക്ക് ഹലാലായിരുന്നു, ഇത് മുതൽ ഞാനത് അഹറംതു ബിഹി, ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. ഇനി ഉംറയാണെങ്കിൽ നവൈതുൽ ഉംറത വ അഹറംതു ബിഹാ. ഉംറ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ബിഹിക്ക് പകരം ബിഹ ഒന്ന് പറഞ്ഞേക്കോ. നവൈതുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല. തലഫുള് സുന്നത്താകുന്നു, അതും വാജിബല്ല. അഥവാ നാവ് കൊണ്ട് മൊഴിയൽ വാജിബല്ല, സുന്നത്ത. മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലാവണില്ല? വളരെ ഏതുപോലെ പറയൽ വാജിബൊന്നുമല്ല, പിന്നെയോ സുന്നത്താണ്. നാവ് എന്നുള്ളത്, നാവ് സത്യത്തിൽ ഖൽബിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന നാശിഅതൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല എന്ന് ഖുർആൻ പറഞ്ഞു. നട്ടപ്പാതിരക്ക് എണീറ്റ് ഖുർആനോട് ഓടിയാൽ അത് ഖൽബിനെ ഒന്നുകൂടി ഉറപ്പിക്കും. അത് ഖൽബിനെ ഒന്നുകൂടി ആ ശബ്ദം ഉറപ്പിക്കും. ഖൽബും കാടും തമ്മിൽ കൂട്ടി ബന്ധപ്പെട്ട് അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതിനു വേണ്ടിയ തലഫ്ഫുള് മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നബൈതുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല പറയൽ ഒരു അഫ്ളലായ സുന്നത്താണ്. എന്തില്ല വാജിബൊന്നുമില്ല, പക്ഷെ ഖൽബിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് തലഫ്ഫുള് സുന്നത്താണ്. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? എന്നിട്ട് നോക്കൂ നിങ്ങൾ, പിന്നെ തൽബിയത്ത് ആരംഭിക്കുക. നീ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മനസ്സിന്റെ ഉറപ്പ. ഇതോടുകൂടെ എനിക്ക് ഇതുവരെ ഞാനത് കരുതി ദൃഢനിശ്ചയം ചെയ്തു. പിന്നെ ഇതുവരെ എനിക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ അള്ളാഹു ഹറാമാക്കിയൊക്കെ ഞാൻ ഇതിനു വേണ്ടി ഹറാമാക്കി ഉറപ്പിച്ചു. അതോടുകൂടെ അവൻ ആരായി? മുഹരിമായി. മനസ്സിലാവില്ലേ മുഅ്മിനീങ്ങളെ? മനസ്സിലാവണില്ലേ? വളരെ ചിന്തിക്കണം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ചുമല് അതോടുകൂടെ തന്നെ തുറന്നിടും. മനസ്സിലാവണില്ല? ഇഹ്റാം കിട്ടിയാ പിന്നെ ചുമല് തുറന്നിടണം എന്നൊക്കെയാണ് ചില ആളുകളുടെ ധാരണ. അങ്ങനെയൊന്നുമില്ല. അതെവിടെ മാത്രമേ ഉള്ളൂ? തവാഫ് സഅയിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാവണില്ല? ഇത് തുറന്നിടേണ്ട പ്രത്യേകത, തുറന്നിടൽ തന്നെ വാജിബല്ല, സുന്നത്താണ്. അത് തവാഫ് സഅയിൽ മാത്രാണ്. ഏത് ചുമല്? മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ചുമല് തുറന്നിടുക എന്നുള്ള പ്രവർത്തനം ഉണ്ടല്ലോ. ഈ പ്രവർത്തനം ചിന്തിക്കണം. ഇത് ഇഹ്റാം ചെയ്യുന്നതോട് കൂടെയൊന്നും നിർബന്ധമില്ല. ഹാജിമാരെ കരിപ്പൂരൊക്കെ പല ആളുകളെയും കാണാം. എന്ത് ഇഹ്റാം ചെയ്താൽ പിന്നെ ഇങ്ങനെ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ കണ്ടിട്ടില്ലേ? ഒന്ന് കൂടിത്തിരി മനുഷ്യന്മാരില്ലേ? ഉണ്ട് അങ്ങനെ ധാരാളം ആളുകൾ. അത്രയൊന്നും അവിടെ വാജിബില്ല. പക്ഷെ എന്ത് ചെയ്യണം? അതോടുകൂടി അഹറംതു ബിഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞതോടുകൂടെ ഇതുവരെ അവന് തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ ധരിക്കാമായിരുന്നു, ഇനി അതൊന്നും പാടില്ല. ചിന്തിക്കണം. ഇതാണ് പറഞ്ഞ. ഇനി അതിന് കുറേ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട, അതിനാൽ തെർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ സ്ഥലത്ത് പറയാം. ഇനി ഇഹ്റാം അത് ഹജ്ജിനും റുക്നാണ്, ഉംറക്കും റുക്നാണ്. രണ്ടാമത്തെ കാര്യം തവാഫ് ചെയ്യല. ശ്രദ്ധിക്കുക, അത് ഹജ്ജിനും റുക്നാണ്, ഉംറക്കും റുക്നാണ്. ഇത് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. തവാഫ് ചെയ്യേണ്ടത് കഅബാലയത്തിന് ചുറ്റുമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കുറഞ്ഞ രീതിയിൽ കഅബാലയത്തിനെ ഒന്ന് മനസ്സിലാക്കണം. ഇതാണ്